ഹലോ. ശരി, തരാം. ഓ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് ദൈവവചനം പറയുന്നത്. എന്നിട്ട് എന്നെ വിളിക്കുന്ന ആർക്കും ഒരു സൗമ്യതയില്ലല്ലോ. എന്ത് ചെയ്യാനാ, നമ്മൾ ബന്ധിക്കോസുകാരായി പോയില്ലേ. സ്തോത്രം 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 സ്തോത്രം. നിന്റെ സ്തോത്രമൊക്കെ കൊള്ളാം, അവസാനം സൂത്രമാകാതിരുന്നാ മതി. എന്താ ചായ ഇത് രാവിലെ എന്നോട് ഇത്ര ദേഷ്യപ്പെടുന്നേ? എന്നാ പറയാനാ എൻ്റെ പൊന്നു ത്രേസ്യേ, രാവിലെ ഓരോന്നും വിളിക്കും. ഞാൻ പിന്നെ എങ്ങനെയാ നിന്നോട് ദേഷ്യപ്പെടാതിരിക്കുന്നേ? ആരാ വിളിച്ചേ? എന്താ പറ്റിയേ? അത് പിന്നെ മറ്റേ യൂണിയൻകാർ വിളിച്ചതാ. തുടക്കത്തിൽ ബൈബിൾ വാക്യം പറഞ്ഞപ്പോഴേ മനസ്സിലായി എന്തേലും ഒരു കുഴപ്പമുണ്ടാവുന്നു. അത് പിന്നെ എൻ്റെ ജീവിതം ഞാൻ ജനിച്ച അന്ന് തൊട്ടേ ദൈവവചന അടിസ്ഥാനത്തിലാണല്ലോ. എന്തിനാ അവർ വിളിച്ചേ? അവർക്ക് നോക്കുകൂലി വേണം അത്രേ. നോക്കൂലിയോ? നോക്കുകൂലി, വെറുതെ ഒരു പണിയും ചെയ്യാതെ നോക്കുകൂലി വേണം അത്രേ. സഭയ്ക്കകത്തും ഉണ്ടല്ലേ? സഭയ്ക്കകത്തും ഉണ്ട് നോക്കുകൂലിക്കാർ. അതെനിക്ക് ആദ്യം എനിക്കിട്ട് കുട്ടിയതാണല്ലേ അച്ചായ? അതെ, സഭയ്ക്കകത്തും ഉണ്ടല്ലോ. വലിയ പാട്ടും പ്രസംഗവും പ്രാർത്ഥനയും ഒക്കെ നടക്കുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കും. അവരാണ് ആത്മീക ലോകത്തെ വിശുദ്ധ നോക്കുകൂലിക്കാർ. അച്ചായ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാ. എന്ത് പ്രത്യേകത? ഹാപ്പി ബർത്ത്ഡേ അല്ലോ അച്ചായ. ഒന്ന് പോ എൻ്റെ ത്രേസ്യേ, എൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ല ഇന്ന്. അച്ചായന്റെ ബർത്ത്ഡേ എന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം കണ്ടല്ലോ. അതെൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ബർത്ത്ഡേ കൊടുക്കുന്ന. അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് ഒരു ജാടയ്ക്ക് കൊടുത്തന്നേ ഉള്ളൂ. ശരി, ഇപ്പൊ ഊണും ഉറക്കവും എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലാണ്, വിശ്വാസികൾ ഉൾപ്പെടെ. എൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ആർക്ക് പോലും അറിയത്തില്ല. ഞാൻ കൊടുത്തേക്കുന്ന ഡേറ്റ് എൻ്റെ സ്കൂളിൽ എൻ്റെ ഹെഡ് മാസ്റ്റർ തന്നെ തീരുമാനിച്ച ഡേറ്റാ. പിന്നെ എല്ലാവരും കൊടുത്തത് കൊണ്ട് ഞാനും ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ. ഒരുപാട് ലൈക്കൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ കാണാതിരിക്കുവോ? എനിക്കിപ്പോൾ 50 വയസ്സ്. എൻ്റെ 20ാമത്തെ വയസ്സിലെ ഫോട്ടോയാ ഞാൻ പ്രൊഫൈൽ പിക്ചറായിട്ട് കൊടുത്തേക്കുന്നത്. എൻ്റെ അച്ചായ, ഇത് വിശ്വാസിക്ക് പറ്റിയ പണിയാണോ അച്ചായ ഇത്? ഇതൊക്കെയല്ലേ ഒരു സന്തോഷ കൂട്ടായ്മ എൻ്റെ ത്രേസ്യേ. അച്ഛൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? എൽദോയ്ക്ക് ലാഭക്കച്ചവടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ അച്ചായന് പൊറ്റേ പറ്റോ? ഇത്രയും തിരക്കുണ്ടായിട്ട് ഒരൊറ്റ കൂട്ടായ്മ പോലും മുടക്കാറില്ലല്ലോ. അത് പിന്നെ ഈ എൽദോ അങ്ങനെയാണ്. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലവും ലഭിക്കുമെന്നല്ലേ. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ആത്മീയ നന്മകളും എന്നല്ലേ? നീ നോക്കിക്കോ ത്രേസ്യേ, കർത്താവ് വരുമ്പോൾ ആദ്യം എൽദോ ആയിരിക്കും പോകുന്നത്. കർത്താവ് കള്ളനെ പോലെ വരുമെന്നാ, അല്ലാതെ കള്ളന്മാരെ കൊണ്ട് പോകുന്നല്ല. നിത്യം നാട് ഇടണമേ. എന്തേ? നിന്റെ ഹിതം പോലെ നടത്തണമെന്നല്ലേ, അല്ലാതെ എൻ്റെ ഹിതം പോലെ നടത്തണമെന്നല്ലല്ലോ. നീ ഇത് ഏത് ജനറേഷനിലാ എൻ്റെ ത്രേസ്യേ ജീവിക്കുന്നത്? നീ ന്യൂ ജനറേഷൻ പ്രസംഗമൊന്നും കേൾക്കാറില്ലേ? ഇല്ല. ഇപ്പോ ഉദാഹരണം, നിനക്കൊരു കാറ് വേണമെന്നിരിക്കട്ടെ. ഇരുന്ന് ഒന്നിങ്ങോട്ട് വന്ന് നിൽക്കോ? വന്നിച്ചായ. നിനക്കിപ്പോ ഏത് കാറാ വേണ്ടേ? മാരുതി 800. നീ ഏത് ലോകത്താ എൻ്റെ ത്രേസ്യേ? ഞാൻ പറയാം. ഇപ്പൊ നിനക്കൊരു കാറ് വേണമെന്നിരിക്കട്ടെ. അപ്പൊ നീ വെറുതെ ഒരു കാറ് വേണമെന്ന് ചിന്തിച്ചാ പോരാ, കുറഞ്ഞത് ഒരു മെഴ്സിഡസ് ബെൻസ് എങ്കിലും നീ വിചാരിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. അതല്ലേ ദൈവവചനത്തിൽ പറയുന്നത്, എൻ്റെ നാമത്തിൽ സ്തോത്രത്തോടെ അങ്ങ് അപേക്ഷിക്കാൻ. നിങ്ങൾ എന്ത് പണിയാ അച്ചായ കാണിച്ചത്? കഴിഞ്ഞ ദിവസം വയറ്റരിക്കാത്ത മുഴുവനും കുഞ്ഞു പുഴുക്കളാ. കുഞ്ഞു കുഞ്ഞു പുഴുക്കളോ? പുഴുവിൻ്റെ വലിപ്പം ചെറുതായി പോകാനിപ്പോൾ ഞാൻ എന്തോ ചെയ്യാന്? നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. 2 ദിവസം കഴിയുമ്പം ആ പുഴുക്കളൊക്കെ അങ്ങ് വലുതായിക്കോളും. അച്ഛൻ എന്തോ ആളെ കളിയാക്കുകയാണോ? ഈ അരിക്കകത്ത് മുഴുവനും കല്ലാണ്. ഇപ്പം ആർക്കും ഒരു ഉപയോഗവും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് പാറ പൊട്ടിക്കുന്നത് നിരോധിച്ചത് കൊണ്ട് ഞാൻ അതിനകത്ത് കല്ലെടുത്ത് ഇട്ടെന്ന് പറഞ്ഞ എന്തോ പ്രശ്നം? അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ ഒന്നും തരണ്ട കല്ലിൻ്റെ, ഞാൻ ഫ്രീ ആയിട്ടാണ് തന്നത്.
അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ ദൈവവചനം പറയുന്നത്. വേറെ പണിയൊന്നുമില്ലല്ലോ, ഇരുന്നങ്ങോട്ട് അന്വേഷിച്ച് കണ്ടെത്തി കല്ലെല്ലാം കൂടി പെറുക്കിക്കളയും. വിശ്വാസിയാണോ പുല്ല്, വിശ്വാസി, മീശയും വടിച്ച് കീരിക്കോ ഹൃദയമില്ലാത്തവൻ. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തുപോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായിരിക്കും ഹൃദയമില്ലാത്ത പണി കാണിക്കുന്നത്. അച്ചായോ, സദൃശവാക്യങ്ങൾ 11:1. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്. ആരാ? മനസ്സിലായില്ല. നമ്മളിവിടെ പുതിയതാ, ഒരു വീട് അന്വേഷിച്ച് വന്നതാ. ഏത് വീട്? സ്കറിയച്ചൻ്റെ അറിയോ? അറിയാമോന്നോ? സ്കറിയാച്ചനും ഞാനും ഒക്കെ ഒരേ സഭക്കാരാ. ആരോടും പറയണ്ട, ഒരു കല്യാണാലോചനയാ. ആർക്കാ കല്യാണാലോചന? എൻ്റെ മകൾക്ക് വേണ്ടി, സ്കറിയച്ചൻ്റെ മൂത്ത മോന് വേണ്ടി. ഓ, സ്കറിയാച്ചന്റെ മൂത്ത മകന്. കൊള്ളാം. എന്താ വെറുതെ ഒരു വല്ലായ്മ? പയ്യനെന്തെങ്കിലും കുറവുണ്ടോ? പയ്യന് കുറവൊന്നുമില്ല, കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. 2 എല്ല്. മനസ്സിലായില്ല. ഓ, അവനൊരു വഴക്കാളിയാ. ഇതിൽ കൂടുതൽ ഞാൻ എന്നാ പറയാനാ? അയ്യോ, ദൈവമായിട്ടാണ് നിങ്ങളെ മുന്നേ നമ്മൾ എത്തിച്ചത്. അയ്യോ, അങ്ങനെയല്ല. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം സഹോദരന്മാരെ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ സ്കറിയാച്ചന്റെ വീട് ആ വഴിയാണ്, വേണച്ചാ കയറി കണ്ടിട്ടൊക്കെ പോവാം. സ്കറിയായോ? ഏത് സ്കറിയ? നമുക്കൊരു അറിയാ. എന്താ അച്ചായത്? എൻ്റെ അറിവിൽ ആ പയ്യൻ നല്ലൊരു ചെറുക്കനാ. നല്ലവനല്ലാന്ന് ഞാൻ പറഞ്ഞു, അവൻ നല്ലവനാ. ഇതൊക്കെയല്ലേ ത്രേസി ഒരു സന്തോഷ കൂട്ടായ്മ. ഇതെന്ത് പണിയാ എൻ്റെ എൽഡോ ബ്രദറെ കാണിച്ചത്? എന്തു പറ്റി? ഇന്നലെ വാങ്ങിയ പയറിൽ മുഴുവൻ പുഴുക്കളായിരുന്നു. ഈച്ചയും വണ്ടും എല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നെ കടം വാങ്ങിയത് തിരിച്ചു തന്നോ? ഇല്ല. അപ്പൊ പിന്നെ 10 പാതയിൽ 1 ഞാൻ നേരത്തെ അങ്ങ് അയച്ചെന്നേ ഉള്ളൂ. തമാശ നമ്മള് സഹോദരങ്ങളല്ലേ? ഓ പിന്നെ സഹോദരങ്ങൾ. അതൊക്കെ ഞായറാഴ്ച പള്ളിയിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെ. ഇവിടെ 100% ബിസിനസ്സാ. പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ? ഉണ്ടേ തരുമോ? എന്താ അച്ചായത്? ആ സഹോദരി വിധവയില്ലേ? എൻ്റെ ദാരിദ്ര്യം തീരണമെങ്കിൽ എൻ്റെ മോനിനി അങ്ങ് കുവൈറ്റിൽ പോകണം. ഉടനെ പോവും. അവൻ അങ്ങ് പോയി കഴിഞ്ഞാൽ എൽഡോ ബ്രദറിന്റെ കടം മുഴുവൻ ഞാൻ വീട്ടും. അന്ന് കേരളത്തിലെ എല്ലാ ബന്ദിക്കോസ് സഭയും ഒരു ഐക്യ കൺവെൻഷനും നടത്തും. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അല്ല, ബിനുവിനെ ആരാ കുവൈറ്റിൽ കൊണ്ടുപോകുന്നേ? അതെൻ്റെ കാക്കനാടുള്ള ആങ്ങളയാ. ഓഹോ. ആ ആങ്ങള പറഞ്ഞു അവൻ 10 പൈസ കൊടുക്കണ്ടെന്ന്. നല്ലവനാ. അല്ല, ആങ്ങളെ ആരാ കുവൈറ്റിൽ കൊണ്ടുപോയേ? ആങ്ങളെ ഇതുവരെ പോയിട്ടില്ല, ഇനി പോണം. ആ, ആങ്ങളയുടെ പണി എന്തോന്നാ പറഞ്ഞേ? ആങ്ങള ഇന്നാള് കണ്ടപ്പോ പറഞ്ഞവൻ ന്യൂസ് ചെയ്തുവാന്ന്. ഓ, ന്യൂസ്. NEWS, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, അതായത് കിഴക്ക് വടക്ക് നടത്തം. പണിയൊന്നും ഇല്ല. ആ അത് തന്നെ. ശരി. രാവിലെ എങ്ങോട്ടായി ഒരുങ്ങിക്കെട്ടി? ഞാൻ ഇന്ന് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്, ശാലിയുടെ വീട്ടിൽ വെച്ചാ. ശാലി സിസ്റ്ററിന്റെ വീട്ടിലോ? ആ അതെ. എന്തു പറ്റി? ഒന്നുമില്ല. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം പാസ്റ്ററും വിശ്വാസികളും ഒക്കെ അറിയാൻ. ഞാൻ ഒന്നും പറഞ്ഞു ഇല്ല. പറഞ്ഞോ? ഞാൻ ആരോടും പറയത്തില്ല. അത് പിന്നെ ഉണ്ടല്ലോ, സിസ്റ്റർ അല്ലേ പ്രയർ സെല്ലിന്റെ ലീഡർ, ആ ശാലി സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അങ്ങോട്ട് കാര്യമൊന്നും നേരെ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. ഓ, ഇനിയിപ്പം ഞാൻ പോകുന്നില്ല. ആ ശാലിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നേ? എന്താ അച്ചായത്? ഒരു പള്ളിക്കാരും ഇല്ലേ? പാസ്റ്റർ വല്ലതും അറിഞ്ഞ അച്ഛൻ്റെ കാര്യം തീർന്നു. ഓ, പാസ്റ്റർ ഇതൊക്കെ എങ്ങനെ അറിയാനാ? ഇതൊക്കെയല്ലേ ത്രേസി എൻ്റെ സന്തോഷ കൂട്ടായ്മ. ദേ പറഞ്ഞു തീർന്നില്ല, പാസ്റ്റർ വരുന്നുണ്ട്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്റർ ഇവിടെ ഇരിക്കൂ, ഞാൻ ചായ എടുത്തുതരാം. അല്ല പാസ്റ്ററെ, എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? എൽദോനെ കാണാമെന്ന് വിചാരിച്ചു, അതാ വന്നേ. ഓ, വളരെ സന്തോഷം. ഇതേതാ ബ്രദറെ പുസ്തകം? അത് ഓർമ്മയുടെ പുസ്തകം. അതെ, ഓർമ്മയുടെ പുസ്തകം. എന്താ,
എനിക്ക് പറ്റുള്ളവരുടെതാ. ഇങ്ങോട്ട് പൈസ തരാനുള്ളവരുടെ പേര് വിവരങ്ങൾ അത് കാണുമ്പോഴാണ് എനിക്ക് അവരെ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അതിന് ഓർമ്മയുടെ പുസ്തകം. അപ്പൊ ഇതോ? അതെന്തുവാ? ജീവന്റെ പുസ്തകം. ജീവന്റെ പുസ്തകവും? ആ, അതെന്തുവാ? എനിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുടെ പേര് വിവരങ്ങളാ. ഇത് കാണുമ്പോൾ എൻ്റെ പകുതി ജീവനും അങ്ങ് പോവും. കണ്ടില്ലേലും നല്ല ജീവന, അതുകൊണ്ട് അതിന് ജീവന്റെ പുസ്തകം. നീ കൂടുതലൊന്നും പറയണ്ട. ഞാനെന്ത് പറഞ്ഞെന്നാ? നീയല്ലേ പറഞ്ഞത് പ്രേസലിൽ നിന്ന് ഞാൻ പണം ദുരുപയോഗം ചെയ്തെന്ന്? ദേ മേരി സിസ്റ്ററെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഒന്നും പറയണ്ട, നീ പ്രവർത്തിക്കുന്നവളല്ലേ. എന്താ നിങ്ങളുടെ പ്രശ്നം? പാസ്റ്റേ, ഈ ശാലി പറയുന്നത് പ്രേസലിൽ നിന്ന് ഞാൻ പണം ദുരുപയോഗം ചെയ്തെന്ന്. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പാസ്റ്ററെ. അല്ല, ആരാ നിങ്ങളോട് ഇത് പറഞ്ഞത്? അത് ഈ എൽഡോ ബ്രദറാ. എൽദോ ബ്രദറെ, സത്യം പറയും. അത് പിന്നെ പാസ്റ്ററെ, ഇതൊക്കെയല്ലേ എൻ്റെ സന്തോഷ കൂട്ടായ്മ. എൻ്റെ പ്രിയ ബ്രദറെ, നിങ്ങൾ നിങ്ങളുടെ ഈ സ്വഭാവം കാരണം നിങ്ങളെ മാത്രമല്ല ഈ ആത്മീയ സമൂഹത്തെയും കൂടെയാണ് നശിപ്പിക്കുന്നത്. ഞാൻ കുറച്ചേരെ വിളിക്കാം, നീ കയറി വന്നേ. ബ്രദറിന് ഇവരെല്ലാം അറിയാവോ? അറിയാം. ഇവര് നിങ്ങളുടെ മകൻ ഷാജിക്ക് വേണ്ടി ഒരു കല്യാണാലോചന വന്നതാണ്, അല്ലാതെ സ്കറിയുടെ വീട്ടിലേക്ക് വന്നതല്ല. അയ്യോ. ഇവർ നിങ്ങളുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അവർ നിങ്ങളൊരു അനുഭവ ക്രിസ്ത്യാനിയല്ല, മറിച്ച് അഭിനയ ക്രിസ്ത്യാനിയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അയ്യോ, എൻ്റെ 50 ലക്ഷം രൂപയും ഒരു കാറുമായിരുന്നു സ്ത്രീധനം. എൻ്റെ ബ്രദർ, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് മറന്നേക്ക്. നമ്മുടെ മത്തായി 7:2 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങളെയും അളന്നു കിട്ടും. അല്ല, എന്തിനാ ഇപ്പോൾ ഒരു വചനം? ഇതൊക്കെയല്ലേ അച്ഛാ ഒരു സന്തോഷവും കൂട്ടായ്മയും.